ഒരു ഫിലിം പുറത്തിറങ്ങുന്നതിന് മുമ്പായിട്ട് സെൻസർ ബോർഡിൻ്റെ കീഴിൽ നിന്ന് ഒരു സർട്ടിഫിക്കേഷൻ ഈ ഒരു ഫിലിം നേടിയെടുക്കണം എന്നുള്ള ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലായിടത്തും ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചൊരു ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സംഗതിയെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ വിദേശ രാജ്യങ്ങളിൽ, അതായത് അമേരിക്ക, ഹോളിവുഡിലൊക്കെ നോക്കുകയാണെങ്കിൽ R-rated, UG-30 എന്നീ രണ്ട് തരത്തിലുള്ള സർട്ടിഫിക്കേഷനാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. അത് R-rated എന്ന് പറഞ്ഞാൽ വളരെയധികം വയലൻസ് ആയിട്ടുള്ള ഫിലിംസ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ബോർഡ് ഈ ഒരു ഫിലിം കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് R-rated ഫിലിംസ് ആണ്, ഇത് 18 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ സെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് 18 വയസ്സിന് മേലുള്ളവർക്ക് തിയേറ്ററിൽ കയറുന്ന സമയത്ത് അവിടെ ID കാർഡ് കാണിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഫിലിം കാണാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, കുറച്ചൊരു ഡിഫറൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അത് മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള മതത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്നുണ്ട്, പല തരത്തിലുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ രാജ്യ സുരക്ഷയ്ക്കോ രാജ്യ യൂണിറ്റിക്കോ പിന്നെ അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിക്ക് ത്രെട്ട് ആകുന്ന രീതിയിലുള്ള ഫിലിംസൊക്കെ ഇറക്കുന്നതിൽ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ബോർഡ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് പറയാനുള്ളത്, ഇത് ഈ ഒരു തരത്തിൽ തന്നെയാണോ നമ്മുടെ സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. മെയിനായിട്ട് കാരണം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള പരാശക്തി എന്ന ഫിലിമിന്, ഈ ഒരു ഫിലിമിന് 25 കട്ടാണ് വന്നിട്ടുള്ളത്. കേൾക്കണേ, 25 കട്ട്. ഈ ഒരു 25 കട്ട് വന്നതോട് കൂടിയിട്ട് ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞത് അവിയൽ കൊഴിച്ച രീതിയിലുള്ള എന്തൊക്കെയോ ഒരു ഫിലിമായിപ്പോയി. ഞാൻ ഫിലിം കാണുന്ന സമയത്ത് പല സ്ഥലത്തും ലോജിക്ക് കിട്ടുന്നില്ല, അതായത് മിസ്സിങ് ആകുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ ഒരു ലോജിക്ക് കിട്ടാത്ത രീതിയിലായിപ്പോയി ഈ ഒരു ഫിലിം. അത്രയും ബോറായിട്ട് ഈ ഒരു ഫിലിം മാറിയിട്ടുണ്ട്. അത് കാരണം 25 കട്ട് വന്നതോട് കൂടി തന്നെയാണ്. അപ്പോൾ ഒരു ഫിലിമിനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള സെൻസർ ബോർഡിൻ്റെ ഉദ്ദേശം. അതായത് ചില സിനിമകൾക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം, കേരള സ്റ്റോറി, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ത്രെഡ് ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കലാപം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേസ് കൊടുത്തിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ഫിലിമാണ് കേരള സ്റ്റോറി. അതിനിപ്പോൾ സെക്കൻഡ് പാർട്ട് പോലും ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാശ്മീർ സ്റ്റോറി, ഇങ്ങനത്തെ ഒരുപാട് ഫിലിംസുകൾ ഇറക്കുന്നുണ്ട്. അതിന് നല്ല രീതിയിൽ ആളുകൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷേ എല്ലാ ഫിലിമിനും ഇങ്ങനെ തന്നെ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത്. ചില പെർട്ടിക്കുലർ ഫിലിമുകൾ മാത്രമാണ് ഇവരെ ഇതുപോലെ സെൻസർ ബോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എനിക്കിത് പറയാനുള്ളത്, ഒരു സെൻസും ഇല്ലാത്ത സെൻസർ ബോർഡിലെ ആളുകളാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഉദാഹരണമാണ് പറയാൻ, നമ്മുടെ ജനനായകനും ഇപ്പോൾ പെട്ടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം 500 കോടിൻ്റെ അടുത്ത് ഒരു മുടക്കിയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇതും പെട്ടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഇത് ഫിലിം പുറത്തിറങ്ങും എന്നുള്ളതിന് എപ്പോൾ ഇറങ്ങുന്നുള്ള യാതൊരു മറുപടിയും ഇല്ല. ഇവർ ശ്രമിക്കുന്നുണ്ട്, ഇറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല. ഇത്തരത്തിലുള്ള ചില ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ സെൻസർ ബോർഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കും.